ഇപ്പോൾ ഡിങ്കി ബോട്ട് ഇറക്കിക്കൊണ്ട് ഈ ആളുകളെ മാറ്റാനുള്ള ഒരു ശ്രമമാണോ എന്നാണ് അറിയേണ്ടതുള്ളത്. മന്ത്രിമാർ ഏതായാലും ഈ ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. സൈന്യത്തിൻ്റെ കൂടുതൽ സംഘം അങ്ങോട്ടേക്ക് എത്തും. സർക്കാർ തീരുമാനിച്ച പൊതുപരിപാടികളും ആഘോഷങ്ങളും ഒക്കെ മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് 30-31 തീയതികളിൽ. അതായത് ഇന്ന് നാളെയും ആയി ഔദ്യോഗിക ദുഃഖാചരണമാണ്. ദേശീയ പതാക പകുതി താഴ്ത്തി കെട്ടുമെന്നാണ് അറിയിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനത്തിനായി 200 അംഗങ്ങൾ, സൈന്യത്തിൻ്റെ 200 അംഗങ്ങൾ ഇപ്പോൾ ദുരന്തമുഖത്തുണ്ട്. അതിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മന്ത്രിമാരുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും ഏതായാലും വയനാട്ടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്കായി, അതായത് മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾക്കായി കൂടുതൽ പോലീസുകാരെ നിയോഗിക്കുമെന്ന് ഇപ്പോൾ DGP അറിയിക്കുന്നു. നിരവധി പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തൊഴിലാളികളുടെ പാടികളിൽ മണ്ണിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന സംശയമുണ്ട്. കാരണം മുണ്ടക്കൈ മേഖലയിലേക്ക് ഇപ്പോഴാണ് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ പലരും മാറി നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. മാറി താമസിക്കുകയായിരുന്നു പേടി മൂലം. നേരത്തെ നമ്മുടെ